ഐസസ് എടുത്തു നോക്കിയാൽ തന്നെ മെയിൻ ആയിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കുറച്ചും കൂടെ റിസർച്ച് ലെവലിൽ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അതായത് 5th ഇയറിൽ നോക്കുവാണെങ്കിൽ ഫുൾ ഇയർ റിസർച്ച് ആണ്, നമുക്ക് റിസർച്ച് പ്രൊജക്ട് ആണ്, കോഴ്സ് വർക്ക് ഒന്നും ഇല്ല. ഞാനിപ്പോൾ പഠിച്ച ഐസർ പൂനെയിലാണെങ്കിൽ കോഴ്സ് വർക്ക് ഒട്ടും ഇല്ല. അപ്പോൾ ഫുൾ റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും നമ്മളെ സിലബസ് മൊത്തം. മെയിൻ ആയിട്ട് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അതായത് മാത്ത് എങ്ങനെ ബയോയിൽ ഉപയോഗിക്കാം, ലൈക്ക് ഞാൻ മാത്ത് ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയുന്നത് ബയോയിൽ എങ്ങനെ മാത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ചില ആപ്ലിക്കേഷൻസ് എങ്ങനെ മാത്ത് ഓർ ലൈക്ക് മെഷീൻ ലേണിംഗ് ഓർ അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഉപയോഗിക്കാം. അങ്ങനത്തെ ടൈപ്പിൽ റിസർച്ച് ആയിരിക്കും ഐസറിൽ ഉപയോഗിക്കാം. IITസിലാണെങ്കിൽ കുറച്ചും കൂടെ ലൈക്ക് എഞ്ചിനീയറിംഗ് ഫോക്കസ്, ലൈക്ക് ബിടെക് ആണ് മെയിൻ കോഴ്സ് IITസിൽ. അപ്പൊ അവിടെ ഉള്ളത് അവിടെ റിസർച്ച് ഉണ്ട്. റിസർച്ച് പക്ഷെ വരുന്നത് ആകെ PhD ലെവലിൽ മാത്രമാണ്. സാധാരണ ഒരു 12th പാസ്സായ സ്റ്റുഡന്റ് IITയിൽ പോകുന്നത് ബിടെക് എടുത്ത് ലൈക്ക് നല്ലൊരു കമ്പനിയിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതെ. അത് അവിടെ മാത്ത് പഠിക്കുന്നുണ്ട്, പക്ഷെ കോർ മാത്തിലേക്ക് കടക്കുന്നില്ല. ലൈക്ക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ, അതായത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അത് വേറെ സബ്ജക്ട്സിലൊക്കെ മാത്ത് അപ്ലൈഡ് മാത്ത് ആണ് മെയിൻലി ഉണ്ടാവുന്നത്. പക്ഷെ ISIL എന്ന് പറയുന്നത് ഈ BStat കോഴ്സ് എന്ന് പറയുന്നത് കോർ മാത്സ് ആണ്. അതായത് കോർ മാത്സും കോർ സ്റ്റാറ്റിസ്റ്റിക്സും ആണ് പഠിപ്പിക്കുന്നത്.